CPIM-ൽ വിഭാഗീയതയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പ്രസ്താവന ചർച്ചയാകുന്നു. ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ ആലപ്പുഴയിൽ വെച്ച് തന്നെയാണ് VS വിഭാഗീയതയെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നത്. വിഭാഗീയതയെന്ന പേരിൽ VS പക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കുന്നതിനിടയിലാണ് കൂടെ നിൽക്കുന്നവർക്ക് കവചവുമായി VS രംഗത്തെത്തിയത്. ഏരിയയിൽ അല്ലെങ്കിൽ ഇന്ന ലോക്കൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ന ഏരിയ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇന്നതുപോലെ നടന്നിരിക്കുന്നു, അത് ഇന്നയാൾക്ക് അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാർക്ക് സഹായകമായിട്ടുള്ള നിലയിലായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞാൽ അതേപ്പറ്റി അന്വേഷിച്ചിട്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നിങ്ങളെ അത് അനുസരിച്ച് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ആലപ്പുഴയിൽ CPM-നുള്ളിൽ വിഭാഗീയതയുണ്ടോ എന്ന ചോദ്യത്തോടുള്ള VS-ന്റെ പ്രതികരണമായിരുന്നു ഇത്. വിഭാഗീയതയില്ലെന്ന് VS അടിവരയിട്ട് പറയുന്നത് ഔദ്യോഗിക പക്ഷത്തിനുള്ള മറുപടിയാണ്. കഴിഞ്ഞ ദിവസം എന്തിനാണോ CPIM സംസ്ഥാന സെക്രട്ടറി അടിയന്തര ജില്ലാ സെക്രട്ടറി യോഗം വിളിപ്പിച്ചത്, അതിനെ പൂർണ്ണ അർത്ഥത്തിൽ തള്ളുന്നതാണ് VS-ന്റെ പ്രസ്താവന. ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ പിണറായി താക്കീത് നൽകിയപ്പോൾ അങ്ങനെയൊന്നില്ലെന്നാണ് VS-ന്റെ നിലപാട്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും. കൂടാതെ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത് പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ സ്വീകരിച്ച നടപടി തെറ്റാണെന്ന് VS പരസ്യമായി പറയുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റു ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി VS നടത്തുന്നു. അത് ആലപ്പുഴയുടെ വിപ്ലവ പാരമ്പര്യത്തെക്കുറിച്ചായിരുന്നു. AV കുഞ്ഞമ്പു ആലപ്പുഴയിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ ഒളിച്ചു നടന്നവരാണ്. 3 കൊല്ലത്തോളം അമ്പലപ്പുഴ ചേർത്തലയിലെ തൊഴിലാളികൾ അവരെ രക്ഷിച്ചു. AV കുഞ്ഞമ്പുവിൻ്റെ ഭാര്യ ദേവയാനിയെ വിവാഹം കഴിച്ചതും ഒളിവിലായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയും അത് പുറത്ത് ഒറ്റിക്കൊടുത്തിട്ട് അവരെ പിടിക്കാനിടയായിട്ടില്ല. ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ VS-ന്റെ പ്രസ്താവനയ്ക്ക് ഏറെ മാനങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. രഘുനാഥ് നാരായണൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.